ഹലോ, ഇന്ന് കല്യാണത്തിന് പോയേക്കുമായിരുന്നേ. കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒരു മയക്കമൊക്കെയും കഴിഞ്ഞു. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കുമാണ് ചോറ് വെച്ചില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും വിശക്കാനും തുടങ്ങി. അപ്പോൾ സിബിച്ചൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പം വേവാനായിട്ട് നമുക്കിപ്പം റേഷനരിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അന്നേരത്തേക്കും അത് കഴുകി അങ്ങോട്ട് അടുപ്പത്തിട്ടു. അപ്പോൾ കുഞ്ഞാപ്പി പറഞ്ഞു ചിക്കൻ കറി വെക്കുന്നത് പോരാ, അവന് ചിക്കൻ മറക്കണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് മസാലയൊക്കെ തിരുമ്മി ലേശം വിനാഗിരിയൊക്കെ ഒഴിച്ച് നമ്മൾ വിനാഗിരി ചിക്കനിൽ തിരുമ്മി കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിനാഗിരിയൊക്കെ തിരുമ്മി ചിക്കൻ എടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് വറുത്തു. ആ വറക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് റൈസ് കുക്കറിലേക്ക് അങ്ങ് വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് റെഡിയായി. അപ്പോൾ ചിക്കൻ വറുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി അങ്ങോട്ട് വെച്ചു. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ട സവോള അങ്ങോട്ട് അങ്ങ് വഴറ്റി. പിന്നെ ആവശ്യത്തിന് നമുക്കറിയാമല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടു. അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, നമ്മുടെ ചിക്കൻ മസാലപ്പൊടി അതൊക്കെ ഇട്ട് നല്ലവണ്ണം അങ്ങോട്ട് വഴന്ന നല്ലവണ്ണം മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചിക്കൻ അങ്ങോട്ടിട്ട് നല്ലവണ്ണം ഒരു ചിക്കൻ കറി അങ്ങോട്ട് പാസ്സാക്കി കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് കുഞ്ഞാപ്പി നല്ലവണ്ണം വിശന്നിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അവന് നല്ല ചൂട് ചോറും അവനിഷ്ടപ്പെട്ട ചിക്കൻ വറുത്തതും കുറച്ച് കറിയൊക്കെ ആയിട്ട് കുഞ്ഞാപ്പിക്ക് ആദ്യമേ അങ്ങ് കൊടുത്തു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അവൻ ഉറങ്ങിപ്പോവേ, രാത്രി ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി പിന്നീട് കഴിക്കുകയാണ് ഉണ്ടായത്.